നമസ്കാരം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഡാൽഗോണ കോഫി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ ഒരു വിസ്ക് ഉപയോഗിച്ച് കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്താലും കിട്ടുന്നതാണ്. പക്ഷേ സമയം കുറച്ച് കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻസ് ഒക്കെ വേഗം തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടും സമാധാനത്തോടും വീട്ടിൽ തന്നെ തുടരുക. നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു സ്പൂണാണ്. ഈ സ്പൂണിന് 2 സ്പൂൺ കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അതേം ഈ സെയിം സ്പൂണിൽ തന്നെയാണ്, അതേ അളവിൽ 2 സ്പൂൺ തന്നെയാണ് നമ്മൾ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്. അതും അതേ സ്പൂണിൽ തന്നെ 2 സ്പൂൺ. ഞാനിപ്പോൾ ഇത് ഇളക്കാൻ വേണ്ടി ഇലക്ട്രിക് ബീറ്ററും അതേപോലെ ഹാൻഡ് മിക്സറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഇതേപോലെയുള്ള വിസ്ക് ഉപയോഗിച്ചാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. നമ്മളൊരു 10-15 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ. ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതേപോലെയുള്ള വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടുതൽ എടുക്കും. ഇപ്പം പിന്നെ എല്ലാവർക്കും സമയമൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വേഗം തന്നെ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ഇട്ടിളക്കിയ പാലാണ്. അതേപോലെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. തണുക്കാത്ത പാലായാലും കുഴപ്പമില്ല. ഇതൊരു 3/4 ഗ്ലാസ് പാലോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.